ഉപചോദ്യമായിട്ടുള്ളത് താങ്കൾ SDPIയുടെ വോട്ടിനെ സംബന്ധിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാൽ പറയുന്നത് ആരുടെ വോട്ടായാലും സ്വീകരിക്കും എന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട്. അത് ഒരാളുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നൊരു നിലപാട്. അതാണ് ഞാൻ ചോദിച്ചത്. സ്ഥാനാർത്ഥികൾ പറയില്ലല്ലോ സാധാരണ, അത്രേ ഉള്ളൂ. അതിനപ്പുറം അത് ഞങ്ങളെ പോലുള്ള ആളുകൾ പറയും. പക്ഷേ ഇന്നിപ്പോൾ എന്നെ പോലത്തെ സ്ഥാനാർത്ഥികൾ പറയും ഞാനിപ്പോ സ്ഥാനാർത്ഥിയാണ്, മനസ്സിലായില്ലേ, എനിക്ക് അങ്ങനത്തെ വോട്ട് വേണ്ടെന്ന് ഞാൻ പറയും. ഇന്നിപ്പോൾ പിന്നെ വി ഗോവിന്ദ മാഷ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു BJP MLA ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായം കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ്. കഴിഞ്ഞ ദിവസം ഇതേ പാർട്ടിയുടെ ആളുകൾ തന്നെ പറഞ്ഞൊരു കാര്യം തിരുവനന്തപുരം നഗരസഭയിൽ അവർക്ക് പിന്നെ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണ്. തിരിച്ച് പിന്നെ കൊല്ലത്ത് കോൺഗ്രസിനെ സഹായിച്ചത് BJP ആണ് തുടങ്ങിയ ആരോപണങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. അതായത് താങ്കൾ അങ്ങോട്ട് ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടിയായി ഇത്തരം ആരോപണങ്ങൾ അല്ല, നമുക്കത് പരിശോധിക്കാം. അവര് പ്രതിരോധത്തിലാവുമ്പോഴാണ് അവരിതെല്ലാം പറയുന്നത്. ഇതൊക്കെ വെറുതെ പറഞ്ഞിട്ട് പോവാണ്. ഗോവിന്ദ മാഷ് എന്തും പറയുന്ന ആളാണ്. അതായത് പുള്ളി പറഞ്ഞ് ഞാൻ നുണയാണ് പറയുന്നതെന്ന് പറഞ്ഞ്, ഇദ്ദേഹമാണ് പറഞ്ഞത് KSUക്കാര് വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ പെടല് പിടിച്ച് തിരിച്ചു, ഇങ്ങനെ പറഞ്ഞത്, പെടല് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് ഒടിച്ചു എന്ന് പറഞ്ഞ ഇതുപോലത്തെ പച്ചക്കള്ളം പറയുന്ന ആളാണ് ഈ ഗോവിന്ദ മാഷ്. ഗോവിന്ദ മാഷ് വന്ന് തിരുവനന്തപുരത്ത് എന്താ നടന്നത്, ഞങ്ങളുടെ 10 സീറ്റ് 20 സീറ്റായി, CPMന്റെ സീറ്റാണ് പോയത്. എന്താ CPM ചെയ്തതെന്നറിയോ? CPM അറിഞ്ഞോ അറിയാതെയോ BJPയെ സഹായിക്കുകയും ചെയ്തത്. BJP ജയിച്ച സീറ്റുകളിലൊക്കെ 3000-4000 വോട്ടാണ്. ഞങ്ങൾ ജയിച്ച സീറ്റിൽ 15000 വോട്ട്. ഇവർ ഡീലിമിറ്റേഷൻ നടത്തിയതാണ്. ഞങ്ങളിപ്പോൾ ഭീമാപള്ളിയിൽ ഞങ്ങൾ ജയിച്ച സീറ്റ്, UDF ജയിച്ച സീറ്റ് 17000 വോട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു ഡിവിഷനിൽ. അത് 4 ഡിവിഷനാക്കാവുന്ന ഇതാണ്. അങ്ങനെയാണെങ്കിൽ 4 UDF കൗൺസിലർമാർ വരുവാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഈ BJP ജയിച്ച സ്ഥലത്തൊക്കെ 3000 വോട്ട് 4000 വോട്ട്. ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഗോവിന്ദ മാഷ് ഓടിപ്പോകുന്ന വഴിയിൽ പുല്ലുപോലും മുളക്കില്ല. അത് സത്യത്തിൽ തോമസ് ഐസക് ആയിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആരായാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങള് 4 കോർപ്പറേഷൻ ജയിക്കുമെന്ന് പറഞ്ഞല്ലോ. കൊല്ലത്ത് കോർപ്പറേഷൻ ജയിക്കാനുള്ള വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ നല്ല പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞിരുന്നല്ലോ, മീഡിയ വണ്ണിനോട് ഞാൻ നേരത്തെ തന്നെ പ്രഡിക്ഷൻ പറഞ്ഞിരുന്നു. 4 കോർപ്പറേഷൻ ജയിക്കും, 7 ജില്ലാ പഞ്ചായത്ത് ജയിക്കും, ചിലപ്പോൾ 8 9 ആവാന്ന് പറഞ്ഞു. 8ാമത്തത് കാസർഗോഡ് 1 സീറ്റിനാണ് തോറ്റത്. 9ാമത്തത് 2 സീറ്റിനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തോറ്റത്, അല്ല ജില്ലാ പഞ്ചായത്ത് തോറ്റത്. 60% മീതെ മുനിസിപ്പാലിറ്റികൾ കിട്ടുമെന്ന് പറഞ്ഞാൽ 64 കിട്ടി. 55 മീതെ, എനിക്കത് 50 മീതെ പറഞ്ഞാൽ പോലെ, 55 മീതെ ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് ഒരു 59 കിട്ടി. അങ്ങനെ ഞങ്ങളുടെ പ്രഡിക്ഷൻസ് കറക്റ്റ് ആയി.